രാവിലെ നഗരം കണ്ണു തുറന്നത് വെള്ളക്കെട്ടിലേക്കാണ്. അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലും ചാലയിലും മുക്കോലയ്ക്കലും വെള്ളം കയറി. സ്മാർട്ട് സിറ്റി റോഡ് പണി പൂർത്തിയാകാത്തത് പലയിടത്തും സ്ഥിതി രൂക്ഷമാക്കി. തോടുകളടക്കം കരകവിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തർ സംസ്ഥാന ജലപാതയ്ക്ക് സമീപമോ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് പോലെ ഏതെങ്കിലും തുരുത്തിന് സമീപത്തോ അല്ല. ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലയിലും എല്ലാം പെയ്തത്. ആ മഴ കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ ഇങ്ങനെയായി മാറുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇവിടെ വാർഡ് കൗൺസിലറോ ഇവിടെ ഒരു അധികാരികളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല. ഇതെന്തോ ആർക്കും വേണ്ടാത്ത പോലെ ഇട്ടേക്കാണ്. ഇത് മെയിൻ ചാലയിലേക്ക് കയറുന്ന വഴിയാണ്. ഈ വീടുകളും കടകളും അത്രയും വെള്ളം കയറി. ഇത് എത്തുമാതിരി നഷ്ടമാണെന്നറിയാം. ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് നഷ്ടം. ഇത് ശാസ്ത്രീയമായിട്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കാരണം ഈ വെള്ളം ഒലിച്ചു പോകേണ്ടതെന്ന് പറയുന്നത് ഈ കരിയൽ തോട് ഭാഗത്തുനിന്ന് വരുന്ന ഈ കനാലി വഴി നേരെ ആമഴിഞ്ഞാൻ തോടിൻ്റെ കൈവഴികളിലൂടെ ഈ പറഞ്ഞ പാർവതി പുത്തനാറിലേക്കാണ് പോകേണ്ടത്. അവിടെ തെങ്ങ് വളർന്നു നിൽക്കുകയാണ്. കനാലിൽ തെങ്ങ് വളർന്നു നിൽക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കാണിച്ചു തരാം. ഇത് പാർവതി പുത്തനാറാണ്. അതിന് മുകളിലാണ് ഇത്തരത്തിൽ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന, വനം വളർത്തുന്ന അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴക്കൂട്ടം, ഗൗരീശപട്ടം അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളും ദുരിതത്തിലാണ്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചു. ഏതാനും മണിക്കൂറുകൾ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. കാലവർഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളെ ദുരിതക്കയത്തിൽ മുക്കിക്കൊല്ലാതിരിക്കാനുള്ള നടപടിയെടുക്കണം. അമൽ തേനമറമ്പിലിനും ക്യാമറമാൻമാരായ VS ബിജുവിനും ശ്യാമിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.